ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. പുതിയ പരിശീലകൻ വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അത് ഒരിക്കൽ കൂടി തെളിഞ്ഞു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഡൽഹി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന 6ാമത്തെ തോൽവിയാണ് ഇത്. ഈ സീസണിൽ ആദ്യമായിക്കൊണ്ടാണ് ഡൽഹി ഒരു വിജയം സ്വന്തമാക്കുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയ ഒരു മത്സരമാണ് ഇത്. 11-ൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കിയത്. പക്ഷേ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. പ്രത്യേകിച്ച് ഡൽഹി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. ഐമനൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഐമന് നല്ല ഒരു അവസരം ലഭിച്ചിരുന്നു. പക്ഷേ എൻഡിയായ ഫാളു അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് തടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് 17ാമത്തെ മിനിറ്റിൽ ഗോൾ എന്നുറച്ച ഒരു ഷോട്ട് നിഹാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന നോറ ഫെർണാണ്ടസ് തടഞ്ഞിടുകയും ചെയ്തു. 23ാമത്തെ മിനിറ്റിലാണ് ഡൽഹിയുടെ നിർണായകമായ ഗോൾ പിറന്നത്. ഐമനാണ് ഗോൾ കണ്ടെത്തിയത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറായ ഐബൻ ഡോഹ്ലിങ്ങിന്റെ ഒരു വലിയ പിഴവിൽ നിന്നാണ് സംഭവിച്ചത്. ബാക്കിയുള്ള ഡിഫൻഡർമാർക്കും അവിടെ പിഴവ് പറ്റുകയായിരുന്നു. അങ്ങനെ ഡിഫൻസിന്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഐമൻ ആ ഒരു ഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാം പകുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തി. പക്ഷെ 84ാമത്തെ മിനിറ്റിൽ ഐബന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു. എതിർ താരത്തെ അദ്ദേഹം ഫൗൾ ചെയ്യുകയായിരുന്നു. അതോടുകൂടി ഐബന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഏറെ പിറകിലേക്ക് പോയി. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ബബോവിച്ച് ഒരു ഗോൾ കണ്ടെത്തി. അതിൽ അത്ഭുതമൊന്നുമില്ല. കൗണ്ടർ അറ്റാക്കിന്റെ ഒരു ഫലമായിക്കൊണ്ടാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത്. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.